ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ ചെറിയ ട്രിപ്പ് പോയ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇല്ലിക്കക്കല്ലിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു. ഇത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ ഇലഞ്ഞിമലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നാണ്. അപ്പോൾ ഇത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 6000 അടി ഉയരത്തിലാണ് ഇതുള്ളത്. ഇത് നമ്മൾ 3 വലിയ പാറകളായിട്ടൊക്കെ തിരിഞ്ഞാണ് ഇതിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അവിടെ സൂര്യോദയം അസ്തമയമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ നല്ല അടിപൊളിയാണ്. നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ കലർന്നൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇത് കാലാവസ്ഥയും പിന്നെ അവിടുത്തെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലവും കൂടിയാണ്. അതാണ് അവിടുത്തെ നമ്മുടെ കാഴ്ചക്കാരെയൊക്കെ ഭയങ്കര ആകർഷണമാക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു ചെന്ന് ഇറങ്ങുന്നിടത്ത്. ആ ഒരു ഹോട്ടലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അതേ ചെറിയ നമ്മൾ പണ്ട് വീടുകളിലൊക്കെ കാണുന്ന ചെടികളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പിന്നെ അവിടെ ചെന്നിട്ട് ജിബിന് ഒരു ഫോട്ടോഗ്രാഫറായി. അവിടെ കുടുംബശ്രീയിലെ ചേച്ചിമാർ ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോ ഒന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ ജിബിന് അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അച്ചാച്ചനും അമ്മയും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് കയറി പോകുന്ന വഴിയാണ്. അവിടുന്ന് മുകളിലോട്ട് വേണം നമുക്ക് പോകാൻ. പിന്നെ അവർ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ജെനിമോക്ക് ബബിൾസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. പിള്ളേരൊക്കെ അവിടുന്ന് ബബിൾസ് ഊതി കളിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അവൾക്കും വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ചെവി വെക്കുന്ന ഇതുപോലെ കുരങ്ങൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്ക് പിടിച്ച് അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ 2 തൊപ്പിയൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച തൊപ്പി. അപ്പോൾ അവിടെ നിന്ന് അവർ ജീപ്പ് കൊണ്ടുവരും. ഇവിടെ നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് അവർ ട്രക്കിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അവർ ജീപ്പിലാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ കയറിയിരിക്കുകയാണ്. അമ്മയ്ക്ക് കൊണ്ടൊരു തൊപ്പിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വേറെ ജീപ്പ് ഓടിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല സ്ഥലങ്ങളാണ്. ഒരു 2-3 മിനിറ്റ് യാത്ര ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങി പാർക്കിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് മേളിലോട്ട് കയറി പോകണം. അങ്ങനെ മേളിൽ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് മേളിൽ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് പനി ആയിരുന്നുകൊണ്ട് നന്നായിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ജെനിമോക്ക് ബബിൾസ് വാങ്ങിച്ചു കൊടുത്ത് ജെനിമോളവിടെ ബബിൾസ് ഊതി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് ഞങ്ങളതിൽ കയറി പോവുകയാണ്. 2 വഴികളുണ്ട്. ഒന്ന് അപ്പുറത്തുനിന്ന് ഒരു വഴിയുണ്ട്, ഇപ്പുറത്തുനിന്ന് ഒരു വഴിയുണ്ട്. ഞങ്ങൾ ഏറ്റവും എളുപ്പമുള്ള വഴി നോക്കി ഞങ്ങൾ കയറി പോവുകയാണ്. അപ്പുറത്തു നിന്നുള്ള വഴിയാണ് ആ കാണുന്നത്. അതിലേ വഴി കയറിയാണെങ്കിൽ ആൾക്കാർ പോകുന്നുണ്ട്. അതുവഴി വേണമെങ്കിലും നമുക്ക് പോകാം. പിന്നെ ഇത് കുറച്ച് മുകളിൽ ചെന്നിട്ട് പിന്നെ ജോബിയാണ് ബബിൾസ് ഊതി കളിക്കുന്നത്. പിന്നെ ജിമ്മി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ജെനിമോൾ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൽ കയറി പോകാൻ വഴിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിൽ വന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് കല്ല് കാണാൻ പറ്റും നന്നായിട്ട്. പിന്നെ അവിടെ ഭയങ്കര കോടമഞ്ഞായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ വാഗമണ്ണ് വന്നിട്ട് അവിടെ കാണാൻ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു ഇതായിരുന്നു, കാണാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ജസ്റ്റ് ഇറങ്ങി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോരുമായിരുന്നു. അല്ലാതെ വലുതായിട്ട് കാഴ്ചകളൊന്നും കാണാനൊന്നും പോയില്ല. അവിടെ ഐസ്ക്രീമൊക്കെ കഴിക്കുവാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പൈൻ വാലി കാണാൻ വേണ്ടി വന്നു. പൈൻ വാലി അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ ഈ കടകളൊക്കെയാണ്. ഇവിടെ അങ്ങ് വഴി തൊട്ട് കടകൾ തുടങ്ങുകയാണ്. അങ്ങ് വരെയുണ്ട്, പൈൻ വാലി വരെയുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ തേയില വാങ്ങിച്ചു. പിന്നെ മൈസൂർ പാക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കടകളൊക്കെയാണിത്. തേയിലയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഫോട്ടോ ഫ്രെയിമാണ്. ഇത്തവണ ചെന്നപ്പം കണ്ട കാഴ്ചയാണിത്. സ്പെഷ്യലായിട്ടും ഫോട്ടോ ഫ്രെയിമുകളൊക്കെ അവിടെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അവർ ഫ്രെയിം ചെയ്ത് തരും. 500 രൂപ മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1500, 2000, 2500 രൂപയ്ക്കൊക്കെ നല്ല വലിയ ഫ്രെയിമൊക്കെ കിട്ടും. അവർ നല്ല അടിപൊളിയായിട്ട് നമുക്കതൊക്കെ ചെയ്തു തരും. അപ്പം പോകുന്നവർക്ക് അത് നമ്മൾ പൈസ കൈ കരുതിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സെറ്റാക്കിക്കൊണ്ട് വരാം. പിന്നെ തിരിച്ച് ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. എനിക്ക് ഭയങ്കര പനിയായിരുന്നു. പനി കാരണം
അത് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും നമ്മളൊരു ട്രിപ്പ് പോയതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഞാനത് വീഡിയോ എടുത്തതേ ഉള്ളൂ. എന്നാലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കോടമഞ്ഞൊക്കെ കണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഈ കാണുന്നത്. കോടമഞ്ഞൊക്കെ കണ്ടാണ് വന്നത്. അപ്പം ഈ ട്രിപ്പ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ ഓക്കെ, ബൈ ഡിയേഴ്സ്.